കണ്ണൂർ ജില്ലയിലെ സഹ്യാദ്രിയുടെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന ഉടുമ്പമലയിലെ നിഗൂഢമായ വനഭൂമിയാണ് കുന്നത്തൂർപ്പാടി. മലബാറുകാരുടെ കൺകണ്ട ദൈവമായ മുത്തപ്പന്റെ പ്രിയപ്പെട്ട ഈ ആരൂഢത്തിൽ ആഡംബരങ്ങളില്ല, സ്ഥിരമായ ശ്രീകോവിലുകളുമില്ല. മലമുകളിൽ നടക്കുന്ന അപൂർവം ചില ഉത്സവങ്ങളിലൊന്നാണ് കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ തിരുവപ്പന മഹോത്സവം. മഞ്ഞും തണുപ്പും വൻമരങ്ങളും മലബാറിന്റെ സംസ്കാരവും വിശ്വാസവും സമന്വയിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. വനത്തിന്റെ പരിശുദ്ധിയിൽ ഓരോ വർഷവും മണ്ണും ഓലയും കൊണ്ട് പുനർജനിക്കുന്ന മടപ്പുരയുടെ ഉത്സവ വിശേഷങ്ങൾ. ശ്രീമുത്തപ്പന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സുന്ദരമായ സ്ഥലമാണ് കുന്നത്തൂർപ്പാടി. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഉടുമ്പമലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഉത്സവ സമയത്ത് മാത്രമാണ് ഇവിടെ താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കാറുള്ളത്. എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസത്തിലാണ് ഇവിടെ ഉത്സവം നടക്കാറുള്ളത്. കുന്നത്തൂർപ്പാടിക്കടുത്തുള്ള എരുവേശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര എന്ന തറവാടുമായി ബന്ധപ്പെട്ടതാണ് കുന്നത്തൂർപ്പാടിയുടെ ഐതിഹ്യം. പാടിക്കുറ്റിയമ്മ എന്ന അയ്യങ്കരയിലെ അന്തർജനം തിരുവൻകടവ് എന്ന പുഴക്കടവിൽ കുളിക്കുമ്പോൾ വട്ടത്തോണിയിൽ ഒരു കുഞ്ഞ് ഒഴുകി വരുന്നത് കണ്ട് മക്കളില്ലാത്ത ദുഃഖത്തിൽ കഴിയുന്ന പാടിക്കുറ്റിയമ്മ ആ കുഞ്ഞിനെ എടുത്ത് വളർത്തി. കുഞ്ഞ് വളർന്നു വന്നപ്പോൾ അവൻ കോഴിയെ കൊന്ന് മാംസം ഭക്ഷിച്ച് ഇല്ലം അശുദ്ധമാക്കി. ഇത് തറവാട്ടിലുള്ളവർക്ക് ഇഷ്ടമല്ലെന്ന് കണ്ട് ആ മകൻ കാട് കയറിയെത്തിയ സ്ഥലമാണ് കുന്നത്തൂർപ്പാടിയിൽ അവന്റെ വളർത്തച്ഛനും അമ്മയും എത്തിയപ്പോൾ മുത്തപ്പൻ തന്റെ വിശ്വരൂപം കാണിച്ചുവെന്നാണ് ഐതിഹ്യം. ഡിസംബർ 17-നാണ് ഈ വർഷത്തെ ഉത്സവം ആരംഭിച്ചത്. ജനുവരി 15-നാണ് സമാപനം. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി ഭക്തരാണ് കുന്നത്തൂർപ്പാടി സന്ദർശിക്കാനെത്തുന്നത്. എല്ലാ ദിവസവും ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഉത്സവം ധനു 2 മുതൽ മകൻ 2 വരെ, ഡിസംബർ 17 മുതൽ ജനുവരി 15 രാത്രിയോടുകൂടിയാണ് ഉത്സവം സമാപിക്കാൻ ഏതാനും ദിവസം മാത്രമേ ഇല്ലൂ. വ്യാഴാഴ്ച 15 രാത്രിയോടുകൂടെ 16 കാലത്ത് കൽക്കപ്പാട്ടോടുകൂടെ കഴിഞ്ഞ വർഷത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്ത് കൊല്ലാന്ന് പ്രാവശ്യം. ഈ കഴിഞ്ഞ ശനിയാഴ്ച 15 കിലോമീറ്റർ അപ്പുറമാണ് വണ്ടിയെല്ലാം പോയി. മംഗലാപുരം ചെക്കിമംഗളൂർ, അങ്ങനെ ഉടുപ്പി, കുന്താവൂർ, അങ്ങനെ മൂവാമിയിൽ നിന്നെല്ലാം ആൾക്കാർ വന്നിട്ടുണ്ട്. ബംഗാളിൽ നിന്ന് വന്നിട്ടുണ്ട്, ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുണ്ട്, ഡൽഹി, ബോംബെ, ചെന്നൈ, കോയമ്പത്തൂർ, തിരുവനന്തപുരം മുതൽക്ക് ഇങ്ങോട്ടില്ല എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ട്. കർണാടക, മൈസൂർ, ബാംഗ്ലൂർ, അവിടെ മറ്റേ ആൾക്കാർ വന്നിട്ടുണ്ട്. അന്നദാനം ഉച്ചക്കും രാത്രി 7 മണി മുതൽ 11 മണി വരെയും കൊടുക്കും. തിരുവപ്പനയും വെള്ളാട്ടവും ഇവിടെ ഒരേ സമയം പ്രത്യക്ഷപ്പെടാറില്ലെന്നതാണ് സവിശേഷത. മുത്തപ്പന്റെ മാതൃസ്ഥാനമായി കാണപ്പെടുന്ന മൂലംപെറ്റ ഭഗവതിയും ഇവിടുത്തെ പ്രത്യേകതയാണ്. തുളച്ചുകയറുന്ന തണുപ്പിലും മുത്തപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നത് പ്രത്യേക അനുഭൂതിയാണെന്ന് പത്തനംതിട്ടയിൽ നിന്നും കണ്ണാടി സമർപ്പിക്കാനെത്തിയ ഭക്തർ പറയുന്നു. ഞങ്ങൾ പത്തനംതിട്ട തിരുവല്ല എന്നാണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് വന്നു, ഈ വർഷം കൂടെ ആദ്യമായിട്ട് വന്നു. പിന്നെ മുത്തപ്പന് സമർപ്പിക്കാൻ കണ്ണാടി
മുഖം നോക്കുന്ന കണ്ണാടി വാൽക്കണ്ണാടിയാണ് സമർപ്പിച്ചത്. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് സാധിച്ചു. കാരണം ആദ്യമേ തന്നെ കൊടുക്കാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മുത്തപ്പൻ്റെ പൊടിക്കളമുണ്ട്. എല്ലാ വർഷവും വെള്ളാട്ടം നടക്കുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ വെള്ളാട്ടം നടക്കുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹത്താലാണ് ഇന്ന് വരാനും സാധിച്ചത്. മർച്ചലിയിൽ പോയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷവും അനുഗ്രഹവും കിട്ടി നിമിഷമാണ്. വളരെ സന്തോഷം. ചുഴലി സ്വരൂപമെന്ന പ്രശസ്തമായ 4 സാമന്തൻ നമ്പ്യാർ കുടുംബങ്ങളിൽ നായകസ്ഥാനം അലങ്കരിക്കുന്ന കരക്കാട്ടിടം നായനാർ കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തായിരുന്നു ഒരിക്കൽ ഈ ഭൂപ്രദേശം. ഉത്തര മലബാറിലെ പ്രമുഖ ജന്മി കുടുംബമായിരുന്ന കരക്കാട്ടിടത്തിലെ നായനാരാണ് കുന്നത്തൂർ പാടിയുടെ പാരമ്പര്യ ട്രസ്റ്റി. മരുമക്കത്തായമാണ് ഇവിടെ നിലനിൽക്കുന്നത്. 1976 ഓഗസ്റ്റ് 29 എസ്.കെ. കുഞ്ഞിരാമൻ നായനാർ കുന്നത്തൂർ പാടിയുടെ അധിപനാകുന്നത്. 50 വർഷമായി ഈ സ്ഥാനം അലങ്കരിക്കാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കരുതുന്നുവെന്ന് എസ്.കെ. കുഞ്ഞിരാമൻ നായനാർ കേരള ഓൺലൈൻ ന്യൂസിനോട് പറഞ്ഞു. 1976 ഓഗസ്റ്റ് 29 ഉണ്ണമൻ നായനാർ മരിക്കുന്നത്. അന്ന് മുതൽക്ക് ഇന്ന് വരെ 50 വർഷമായി ഞാൻ ഇവിടെ പ്രൊഫസറായിട്ട് ഈ പാരമ്പര്യ ട്രസ്റ്റും ഒരാളുമായി വാണവരായിട്ട് കുന്നത്തൂർ പാടി ഭരിക്കുന്നു. മറ്റു പല 10-23 ക്ഷേത്രങ്ങളും ഉണ്ട്. മഞ്ഞിന്റെ തണുപ്പിൽ മുത്തപ്പന്റെ വാമൊഴികൾ വനാന്തരങ്ങളിൽ മുഴങ്ങുമ്പോൾ നാം തിരിച്ചറിയുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള മനോഹര ബന്ധമാണ്. കൊണ്ട്